ശരി, രാജീവ് നായർ മറുപടി നോക്കൂ. കേരളത്തിലെ BJP ചെലവാകില്ല എന്ന് കാണുമ്പോൾ അതിർത്തി സോഫ്റ്റ് ആക്കിയിടുകയാണ്. ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. EK നായനാർ, K കരുണാകരൻ, ഇന്ദിരാഗാന്ധി, അച്ഛൻ, പിതാവ്, മാനസപുത്രൻ. അല്ല, ഒന്ന് ഞാൻ അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിച്ചതിൽ രാഹുൽ ഈശ്വറിന് അതിനകത്ത് പ്രശ്നമുണ്ടായിട്ട് കാര്യമില്ല. കാരണം ഈ സംഘപരിവാറിന്റെയും RSSന്റെയും ഐഡിയോളജിയുള്ള ഒരു സംഘി അത് നന്മയുണ്ടാവും എന്ന് പറയുന്ന ഒരു വിരോധാഭാസമാണ്. അതൊരിക്കലും നടക്കുന്നതല്ല. ഞാൻ രാഹുൽ ഈശ്വർ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. ഈ രാജ്യത്തും മണിപ്പൂരിൽ ഒരു വർഷമായിട്ട് നടക്കുന്ന കലാപത്തെ സംബന്ധിച്ച് ഇപ്പോ RSSന്റെ സർസംഘചാലക് പറഞ്ഞ അഭിപ്രായം സുരേഷ് ഗോപി ആ ചർച്ച നടക്കുന്ന സമയത്താണ് പറഞ്ഞിട്ടാണ് ലൂർദ് മാതാവിന്റെ അടുത്തേക്ക് പോയെങ്കിൽ ഞാൻ അങ്ങ് പറയുന്നത് അംഗീകരിക്കാം. ഇവിടെ ശബരിമലയിൽ താൻ അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ചു വരണം എന്ന് പറയുന്നതിന് പകരം ആ ശബരിമലയ്ക്കകത്ത് ഒരു ദളിതൻ ശാന്തിയായിട്ട് കയറിയിരിക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങ് പറയുന്ന നന്മയുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കാം. ഇത് നന്മയല്ല, വർഗീയവാദി തന്നെയാണ്. എണ്ണം പറഞ്ഞ വർഗീയവാദിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി അതിനപ്പുറത്ത് താൻ എല്ലാവരുടെയും ആളാണെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമം കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനാണ്. ആ കൗശലം അറിയാൻ തിരിച്ചറിയാൻ സാധിക്കും. അതൊന്നും കൈകീത് പോകാൻ പറ്റില്ല. ഇവിടുത്തെ ജാതീയതയുടെയും വർഗീയതയുടെയും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന BJPയുടെ